എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാണുന്നത് പോലെ തന്നെ ഒരു മീനിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വറ്റപ്പാര എന്ന് പറഞ്ഞൊരു മീനാണ്. ഇതുകൊണ്ട് ഒരു പീര പറ്റിക്കുന്നതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മീൻ ഏതാണെന്ന് ക്ലിയറായിട്ട് കാണാൻ വേണ്ടി ഞാൻ 2-3 വറുക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവിടെ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഇതാണ് വറ്റപ്പാര എന്ന് പറയുന്ന മീൻ. ഇതിന് ഇച്ചിരി മുള്ളു കൂടുതലാണ്. സൈഡ് മുള്ളുകളൊക്കെ ഭയങ്കര കട്ടിയുള്ള മുള്ളാണ്. അപ്പം വറുക്കാനാണ് നല്ലത്. എന്നാലും പീരയും പറ്റിക്കാൻ നമുക്ക് തേങ്ങ അരച്ചുമൊക്കെ കറി വയ്ക്കാനും നല്ല ടേസ്റ്റാണ്. സൂക്ഷിച്ച് കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പീര പറ്റിക്കാനുള്ള ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കുന്നതിന് മുമ്പേ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊക്കെ കാണുന്നുണ്ടെന്നറിയാം. പതുക്കെ എല്ലാവരും ഒന്ന് കണ്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടണേ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോകളൊക്കെ യഥാസമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഈ പീര പറ്റിക്കാൻ വേണ്ട സാധനങ്ങൾ ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ എടുത്ത് മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ചതച്ച കുരുമുളകാണിത്. 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചുമന്നുള്ളി ഒരു 5-6 എടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല. ഈ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെ എരിവ് മാത്രമാണ് നമ്മുടെ ഈ മീൻ പീരയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പീര പറ്റിക്കാൻ നേരം നമ്മുടെ കയ്യിൽ വറുത്ത ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് ഒരു നുള്ളു ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ പച്ചിലുവ ഒരു 3-4 പീര പറ്റിക്കുന്നതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതിനകത്ത് പുളിക്ക് പകരം ചേർക്കുന്നത് മാങ്ങയാണ്. ഇവിടെ നമ്മുടെ മാവയിൽ നിന്നൊരു മാങ്ങ വീണു. പക്ഷെ നന്നായിട്ട് വിളഞ്ഞു പോയി, കളറൊക്കെ വീണു മാങ്ങയ്ക്ക്. പക്ഷേ അസാധ്യ പുളിയാണ്. അപ്പം ഞാൻ ഓർത്ത് ഇതിൽ നിന്നൊരു 3-4 കഷ്ണം നമ്മുടെ പീര പറ്റിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഈ തേങ്ങയൊന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കണം. പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് പീര പറ്റിക്കാൻ തുടങ്ങാം. അപ്പം എല്ലാം റെഡിയാക്കിയിട്ട് കാണാം. തേങ്ങ ഞാനിതുപോലെ മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഞാൻ മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മാങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഒന്ന് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി ചേർത്തിട്ട് കാണാം. മീനെല്ലാം നല്ലതായിട്ട് ഇളക്കിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ സ്റ്റൗ കത്തിച്ച് ഞാൻ മീഡിയം തീയിൽ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലേശം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തേക്കാം. ഇനി ഇച്ചിരി കൂടെ ഇനി ഒഴിക്കണം. അത് നമുക്ക് മീൻ പീരയൊക്കെ ആയി ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ ഉലുവാപ്പൊടി വറുത്തതില്ല. അതുകൊണ്ട് ഞാനൊരു 5-6 ഉലുവ, ഇതുപോലെ 5-6 ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. 5-6 ഉലുവയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഉലുവയുടെ ടേസ്റ്റ് കൂടെ വരും. വറുത്ത ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ തൽക്കാലം ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി ഇത് തിളച്ച് ഒക്കെ റെഡിയായി വരട്ടെ. മീൻ പീര എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ തിളച്ചുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് തവി കൊണ്ടൊന്ന് പതുക്കെ ഇളക്കി കൊടുത്തായിരുന്നു. അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത്തിരി ഇളക്കിയാൽ ഇത് പൊടിഞ്ഞും പോകും. ഒന്ന് സെറ്റായി വരണം. എനിക്ക് മുളക് പൊടി ഇട്ട് വെക്കുന്നേ കഴിഞ്ഞും ഇങ്ങനെ പച്ചമുളകും കുരുമുളകും, പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പച്ചക്കുരുമുളക് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഉണങ്ങിയതിട്ടത്. ഇങ്ങനെ വയ്ക്കുന്നതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം. ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് കുറുകിയിട്ടൊക്കെ നമുക്ക് കാണാം.
മീൻപീര ഇവിടെ അങ്ങനെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഞാൻ ഇടയ്ക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ചൊക്കെ കൊടുത്തായിരുന്നു. ഇപ്പോഴും സ്പൂണിട്ട് ഇളക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോവും. ഇപ്പോൾ ഉപ്പുമുണ്ട്, നല്ല പുളിയുണ്ട്. ആ മാങ്ങയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ വിളഞ്ഞ മാങ്ങയാണെന്ന് കാണുമ്പോൾ തോന്നും, പക്ഷേ നല്ല പുളിയുണ്ട്, എരിവുമൊക്കെ ആവശ്യത്തിനുണ്ട്. പച്ചമുളക് നല്ല വിളഞ്ഞ പച്ചമുളക് എടുത്തുകൊണ്ട് തന്നെ നല്ല എരിവുമുണ്ട്, പുളിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഒരു പാത്രത്തിലൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാം. വറ്റപ്പാര പീര ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല എരിവുമുണ്ട്, പുളിയുമുണ്ട്, ഉപ്പുമൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റുണ്ട്. ഈ മീൻ കിട്ടുമ്പം മിക്കവരും വറുക്കാനേ നോക്കുള്ളൂ, കാര്യം മുള്ള് പ്രശ്നം കാരണം. പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുറച്ച് ക്ഷമയോടുകൂടി കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അടിപൊളിയാണ് ഈ മീൻ പീര. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.